നമസ്കാരം. നായകന്മാരുടെ സംഭാഷണങ്ങൾ പ്രേക്ഷകർ ഓർത്തുവെക്കുന്നതും ചില അവസരങ്ങളിൽ എടുത്തു പ്രയോഗിക്കുന്നതുമൊക്കെ സർവ്വസാധാരണമായ കാഴ്ചയാണ്. എന്നാൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരു നടനെ നെഞ്ചേറ്റുന്നതും അതിലുപരി ഒരു നായക നടനോളം തന്നെ സംഭാഷണങ്ങൾ ആഘോഷമാക്കുന്നതുമൊക്കെ അപൂർവതയാണ്. അത്തരമൊരു അപൂർവതയ്ക്ക് ഉടമയാണ് മോഹൻരാജ് എന്ന നടൻ. മുറിച്ചാൽ മുറി കൂടുന്ന കീരിക്കാടൻ തൊട്ട് നരസിംഹത്തിലെ ഭാസ്കരൻ, ആറാം തമ്പുരാനിലെ ചെങ്കളം മാധവൻ, ഹലോയിലെ പട്ടാമ്പി രവിയൊക്കെ ഇത്തരത്തിൽ മലയാളി ആഘോഷമാക്കിയ വില്ലൻ വേഷങ്ങളാണ്. ഇതിൽ പട്ടാമ്പി രവി എന്ന കഥാപാത്രത്തിന് മാത്രമാണ് അല്പം വ്യത്യാസം. റിട്ടയർഡ് ഗുണ്ട എന്ന രൂപത്തിലാണ് ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. നരനിലും വിഷ്ണുവിലും ഹിറ്റ്ലറിലുമൊക്കെ എന്നെന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് മോഹൻരാജിൻ്റേത്. സോഷ്യൽ മീഡിയ കാലത്ത് വൈറലായ വില്ലൻ ഡയലോഗുകളിൽ അധികം പറഞ്ഞതും മോഹൻരാജാണ്. അനിയനെ വിവാഹത്തിൻ്റെ പേരിൽ മർദ്ദിച്ച് ഏട്ടനോട് ചോദിക്കാൻ വരുന്ന അനിയൻ്റെ കൂട്ടുകാരൻ കൂടിയായ ഇന്ദുചൂടനോട് ഏട്ടനായ ഭാസ്കരൻ പറയുന്ന ഡയലോഗ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മോഹൻലാൽ ഇന്ദുചൂടനായപ്പോൾ ഭാസ്കരനായത് മോഹൻരാജായിരുന്നു. മണപ്പള്ളിക്കാരെ വിറപ്പിച്ചതുപോലെ പോകല്ലേ, ഇത് ഭാസ്കരന്, കൈയിടുമോനെ ഭാസ്കര എന്ന് ഇന്ദുചൂടൻ്റെ മറുപടിക്ക് ഭാസ്കരൻ പറയുന്നത് ഭാസ്കരൻ കൈവച്ചാൽ എടുക്കാൻ ഇത്തിരി വൈകും എന്ന ഡയലോഗാണ്. ആദ്യകാലത്ത് വലിയ ശ്രദ്ധ നേടിയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ട്രോളുമൊക്കെ സജീവമായതോടെ ഈ സംഭാഷണവും വൈറലായി. കോമഡി രൂപത്തിൽ വരെ ഭാസ്കരൻ്റെ ഈ മാസ് ഡയലോഗ് ആഘോഷിക്കപ്പെട്ടു തുടങ്ങി. കണിമംഗലത്ത് താമസമാക്കി നാട്ടിലെ ഉത്സവം കൊടിയേറ്റ് നടത്തിയ ജഗന്നാഥനെ ഓടിക്കാൻ അപ്പൻ തമ്പുരാൻ കൊണ്ടുവരുന്ന തൻ്റെ ശിഷ്യൻ കൂടിയായ ചെങ്കളം മാധവൻ. മോഹൻരാജിൻ്റെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ആറാം തമ്പുരാനിലെ ഈ വേഷം. കുട്ടികളുമൊത്ത് കളിച്ചിരിക്കായിരുന്ന ജഗന്നാഥനടുത്തേക്ക് വരുന്ന മാധവൻ കവലയിലേക്ക് തല്ലാനായി നടത്തുന്ന വെല്ലുവിളി ഏറെ കയ്യടി നേടിയതാണ്. ഈ കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നതിൽ കാര്യമില്ല, അതല്ല എൻ്റെ രീതി. 4 ആൾ കൂടുന്നതിൻ്റെ ഇടയിൽ അങ്ങാടിയിൽ കിട്ടണം നിന്നെ എന്നാണ് ചെങ്കളം മാധവൻ ജഗന്നാഥനെ വെല്ലുവിളിക്കുന്നത്. സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ മോഹൻലാലിൻ്റെ ഡയലോഗിനൊപ്പം തന്നെ ആഘോഷിക്കപ്പെട്ടു ഈ സംഭാഷണവും. മമ്മൂട്ടി നത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കനൽക്കാറ്റ് എന്ന ചിത്രത്തിലെ മോഹൻരാജ് അവതരിപ്പിച്ച കരീം ഭായ് എന്ന കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. സംഭാഷണങ്ങൾക്കപ്പുറം ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച രീതിയാണ് വേറിട്ടത്. ബുള്ളറ്റിൽ കറുത്ത ജീൻസ് ഷർട്ടും കറുത്ത കണ്ണടയും വെച്ചുള്ള കഥാപാത്ര സൃഷ്ടിയും സംഭാഷണവും പ്രേക്ഷക കയ്യടി നേടിയതാണ്. ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ നിന്നാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പതിയെ തുടങ്ങുന്ന ബുള്ളറ്റ് ശബ്ദം കൂടി വരുമ്പോൾ സ്ക്രീനിലേക്ക് കരീം ഭായും കടന്നു വരും. താൻ ഏൽപ്പിക്കുന്ന ഏതൊരു പണിയുടെയും പ്രതിഫലത്തിൻ്റെ അംശം കൈക്കലാക്കുന്ന കരീം ഭായ് അത് ആരെങ്കിലും കൊടുക്കാൻ മടിച്ചാൽ മുഴുവൻ തുകയും കൈക്കലാക്കും. പ്രേക്ഷകരിൽ അക്കാലത്ത് പേടിപ്പെടുത്തിയ വില്ലൻ തന്നെയായിരുന്നു കരീം ഭായും. മോഹൻരാജിൻ്റെ രണ്ടാം വരവിൽ അദ്ദേഹം ചെയ്ത കഥാപാത്രമായിരുന്നു ഹലോയിലെ പട്ടാമ്പി രവി അഥവാ ചട്ടമ്പി രവി. പണ്ട് ഗുണ്ടയായിരുന്നിട്ട് ഇപ്പോൾ റിട്ടയർഡായ കഥാപാത്രം എന്ന രീതിയിൽ തമാശ രൂപത്തിലായിരുന്നു മോഹൻരാജിൻ്റെ ഈ കഥാപാത്രം. കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ഈ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തൻ്റെ സമകാലികരായ ഭീമൻ രഘു, സ്ഫടികം ജോർജ് എന്നിവർക്കൊപ്പമായിരുന്നു ഹലോയിലെ വേഷം. സാധാരണ മോഹൻരാജിൻ്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരിൽ ഭയമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹലോയിലെ രവി പക്ഷേ ചിരി പടർത്തുകയായിരുന്നു. വളരെ ചെറിയ വേഷമാണെങ്കിലും അവതരണത്തിൽ അത്രയേറെ വലിപ്പം കൊടുത്ത കഥാപാത്രമാണ് നരനിലെ കുറ്റിച്ചിറ പപ്പൻ. ഈ കഥാപാത്രത്തിന് സംവിധായകൻ ജോഷി ആളെ അന്വേഷിച്ചപ്പോഴും അത് എത്തി നിന്നത് മോഹൻരാജിൽ തന്നെയാണ്. മുള്ളൻകൊല്ലി വേലായുധനെ തല്ലി തോൽപ്പിക്കണമെങ്കിൽ അതിനൊത്ത ഒരാൾ തന്നെ വേണം. അതിന് പഞ്ചായത്ത് തന്നെ പിരിവിട്ടിറക്കുന്ന പല ദേശങ്ങളെയും വിറപ്പിച്ച ഗുണ്ട, അതാണ് പപ്പൻ. കുറ്റിച്ചിറ പപ്പൻ ചില്ലറക്കാരനല്ല. 6 അടി ഉയരം, ഒത്തവണ്ണം, കണ്ടാൽ തന്നെ പകച്ചു പോകുന്ന ഭീകരതയുള്ള മുഖം. കുറ്റിച്ചിറയിൽ നിന്ന് വെറുതെയല്ല പപ്പൻ മുള്ളൻകൊല്ലിയിലേക്ക് വന്നത്. വേലായുധനെ തല്ലി പദം വരുത്തണം. അത്തരമൊരാളെ തല്ലി തോൽപ്പിക്കുമ്പോഴാണ് വേലായുധൻ്റെ കരുത്ത് മുള്ളൻകൊല്ലിക്കൊപ്പം പ്രേക്ഷകരും അറിയുന്നത്. വേലായുധന് മുന്നിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയ വില്ലൻ തന്നെയായിരുന്നു കുറ്റിച്ചിറ പപ്പനും. നായകൻ്റെ വലിപ്പവും കരുത്തും പ്രേക്ഷകരുമായി മനസ്സിലാവണമെങ്കിൽ അതിനൊത്ത ഭീമാകാരമായ വില്ലൻ വേണം. മലയാള സിനിമയിൽ അത്തരം രൂപങ്ങളുടെ മറുവാക്കായിരുന്നു മോഹൻരാജ്. സംഭാഷണങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മുഴുനീള കഥാപാത്രമാണെങ്കിലും അല്ലെങ്കിലും, വില്ലൻ വേഷമായിരുന്നിട്ട് കൂടി മോഹൻരാജ് ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറയുന്നത് അദ്ദേഹം ഒരു നല്ല നടനായതുകൊണ്ട് കൂടിയാണ്. ഒരു ചിരിയിൽ കൂടി പോലും ഭീതി നിറയ്ക്കാൻ കഴിയുന്ന ഒരു നല്ല നടൻ.